ഒരു രൂപയിൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യാതെ ഒരു $1 ബില്യൺ കമ്പനി ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടറിന് ലക്ഷറി കാറുകളോ വലിയ വീടുകളോ ഒന്നുമില്ല. ആകെ ഉള്ളത് 100 താഴെ എംപ്ലോയീസ് ഉള്ള ടെലിഗ്രാം എന്ന് പറയുന്ന $1 ബില്യൺ കമ്പനിയും കുറച്ച് ബിറ്റ് കോയിൻസും മാത്രമാണ്. യെസ്, ദിസ് ഇസ് സ്റ്റോറി ഓഫ് പവൽ ഡുറോവ്, ദ ഫൗണ്ടർ ഓഫ് ടെലിഗ്രാം. പവൽ ഡുറോവ് ടെലിഗ്രാമിന്റെ മാത്രം ഫൗണ്ടർ അല്ല, ഫേസ്ബുക്കിന്റെയും കൂടി ഫൗണ്ടറാണ്. മാർക്ക് സുക്കർബർഗിന്റെ ഫേസ്ബുക്ക് അല്ല, VK എന്നറിയപ്പെടുന്ന റഷ്യയിലെ ഫേസ്ബുക്കിന്റെയും കൂടി ഫൗണ്ടറാണ് പവൽ ഡുറോവ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ പ്രൊജക്ട്. ഈ ഒരു വീഡിയോയിൽ 2 റയർ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പവൽ ഡുറോവിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഇന്റർവ്യൂവിൽ ടക്കർ കാൾസൺ ചോദിക്കുന്നുണ്ട്, ഒരു രൂപയിൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ഇത്രയും വലിയ കമ്പനി ബിൽഡ് ചെയ്യുന്നത്. അതിന് പവൽ ഡുറോവ് പറയുന്ന ആൻസർ, എൻ്റെ ഗോള്, എൻ്റെ കമ്പനിയുടെ ഗോള്. ടെലിഗ്രാമിന്റെ ഗോൾ എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. അഥവാ പ്രൈവസിയോട് കൂടി യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഫ്രീ ആയിട്ട് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതാണ് ടെലിഗ്രാമിന്റെ ഗോള്. ആ ഒരു ഗോളിൽ യൂസേഴ്സ് വിശ്വസിച്ചത് കൊണ്ടാണ് ഒരു രൂപ പോലും ടെലിഗ്രാം ഇതുവരെ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യാത്തതെന്ന് പറയുന്നത്. ഇതൊരു റെയർ കേസാണ്. പക്ഷെ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പനിയുടെ വിഷൻ അല്ലെങ്കിൽ ഫൗണ്ടറിന്റെ വിഷൻ അത്രക്കും യൂസേഴ്സിന് യൂസ്ഫുൾ ആണെങ്കിൽ സംടൈംസ് നമുക്ക് മാർക്കറ്റിംഗിന് ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യേണ്ട വരില്ല എന്നാണ് ഇതിലൂടെ പ്രൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പവൽ ഡുറോവിന്റെ മൈൻഡ് സെറ്റ് ആണ്. ഈ ഒരു സെയിം ഇന്റർവ്യൂവിൽ തന്നെ ടക്കർ കാൾസൺ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ കമ്പനി ബിൽഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് പ്രൈവറ്റ് ജെറ്റോ വലിയ വീടോ ഒന്നും ഓൺ ചെയ്യുന്നില്ല? വൈ? പവൽ ഡുറോവ് അതിന് പറഞ്ഞ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. ഞാനിപ്പോൾ ഒരു വലിയ വീടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റോ വാങ്ങുകയാണെങ്കിൽ ഞാനത് അടിപൊളിയാക്കാൻ വേണ്ടി കുറെ ടൈമും എഫേർട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് മൈ ലൈഫ് സ്റ്റൈൽ. ഐ ആം ഫോക്കസിങ് ഓൺ വാട്ട് വി ആർ ഡൂയിങ്. എൻ്റെ ലൈഫ് സ്റ്റൈൽ അതല്ല. ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിൽ ഫോക്കസ്ഡ് ആണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ആൻസർ. ഈ ഒരു മൈൻഡ് സെറ്റ് വളരെ റെയർ ആണ്. സോ ഈ 2 കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ്, റെയർ ആയെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു റെയർ ആയിട്ടുള്ള ഒരു ഫൗണ്ടറിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.